ഹമീദ് മാമു എന്ന വീഡിയോ ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൗദി ലേബർ ലോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. സൗദി ലേബർ ലോയിലെ വർക്ക് ചെയ്യുന്ന സമയം, റെസ്റ്റ് പീരിയഡ്, അതുപോലെ തന്നെ ഓവർ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയമമുണ്ട് സൗദി ലേബർ ലോയും ശരീഅത്ത് ലോയും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഷുറൻസ് നിയമങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം അടർത്തിയെടുത്തിട്ടുള്ള ഒരു സമീകൃതമായ ഒരു നിയമമാണ് ഈ പറഞ്ഞ തൊഴിലാളികൾ എപ്പോൾ ജോലി ചെയ്യണം, എവിടെ ജോലി അവസാനിപ്പിക്കണം, എത്ര സമയം അവർക്ക് റെസ്റ്റ് അനുവദിക്കണം, ആഴ്ചയിൽ എത്ര ലീവ് അനുവദിക്കണം, ഇതെല്ലാത്തിനും സൗദിയിൽ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നിയമം ഏറെക്കുറെ പ്രവാസികൾ, പ്രത്യേകിച്ച് പ്രവാസികൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർ പറ്റിക്കപ്പെടും. കാര്യം വർഷത്തിലെ ദിവസങ്ങളിലെല്ലാം അവധിയുണ്ട്, പൊതു അവധിയുണ്ട്, അതുപോലെ തന്നെ പെരുന്നാളിന് അവധിയുണ്ട്, അതുപോലെ തന്നെ സൗദിയിലെ ദേശീയ ദിനം, ഫ്ലാഗ് ദിനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവധിയുണ്ട്. അപ്പൊ ഈ അവധി ദിവസങ്ങളിലെല്ലാം ആടിനെ പോലെ പണിയെടുത്ത് ശമ്പളമൊന്നും കിട്ടാതെ, ഓവർ ടൈം ഒന്നും കിട്ടാതെ പണിയെടുക്കുന്നവരുണ്ട്. കാര്യം അവർക്കറിയില്ല ഫ്ലാഗ് ഡേ എന്താണെന്ന് അറിയില്ല, ഫ്ലാഗ് ഡേയിൽ ഹോളിഡേ ആണെന്നുള്ളത് അറിയില്ല. നാഷണൽ ഡേ, സൗദിയുടെ നാഷണൽ ഡേ ഈ പറഞ്ഞ സെപ്റ്റംബർ 23 നാഷണൽ ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. അതുപോലെ തന്നെ പെരുന്നാള്, ബലിപെരുന്നാള്, ഇതൊക്കെ വർഷങ്ങളിൽ വരുന്നുണ്ട്, അതിലൊക്കെ മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഡേ, ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫൗണ്ടേഷൻ ഡേന്റെ അപ്പൊ ഈ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ ഡേയുടെ ഇത്. ഫൗണ്ടേഷൻ ഡേ വെച്ചിട്ട് അതിനൊക്കെ നിങ്ങൾ പണിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല ഇന്ന് ഫൗണ്ടേഷൻ ഡേ ആണ്, ഇന്ന് ഹോളിഡേ ആണ്. പക്ഷെ സൗദികൾ അത് മുതലെടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതിന് എത്ര ഓവർ ടൈം പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കണം, അതിന്റെ കാൽക്കുലേഷൻ, കണക്കൂട്ടൽ, പേയ്മെന്റ് ഓവർ ടൈം തരുമെന്ന് പറഞ്ഞിട്ട് വരുമല്ലോ, അതിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത്ര പെർസെന്റേജ് ഇത്ര വെച്ച് കിട്ടണം, അത് എത്രയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വീഡിയോ കാണുക. സാധാരണഗതിയിൽ ഒരു ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല, അതാണ് നിയമം. ആഴ്ചയിൽ 48 ദിവസം. പിന്നെ ചില സാഹചര്യങ്ങളിൽ 9 മണിക്കൂറായിട്ട് കൂട്ടാം. എങ്ങനെ കൂട്ടിയാലും ആഴ്ചയിൽ 48 മണിക്കൂർ, ഒരു ദിവസം 10 മണിക്കൂർ കൂട്ടാം, ചില ദിവസം 7 മണിക്കൂറായിട്ട് കൂട്ടാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാക്കാതെ നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ കൂട്ടിയാലും 48 മണിക്കൂർ ഒരാഴ്ച, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അതുപോലെ തന്നെ റംസാനിൽ 36 മണിക്കൂർ പണിയെടുക്കാൻ പറ്റും. റോയൽ ഡിഗ്രി നമ്പർ M46 2015 ആർട്ടിക്കിൾ 98, 105 നിയമപ്രകാരമാണ് റംസാനിൽ 36 മണിക്കൂർ ആഴ്ചയിൽ, അതല്ലെങ്കിൽ ദിവസം 6 മണിക്കൂർ. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിലിങ്ങനെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ ഇപ്പൊക്കെ ഒരു ബജറ്റ്, ഒരു ആനുവൽ ബജറ്റ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ വർക്കേഴ്സിന് പണി കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കണക്ക് ബോധിപ്പിക്കണം, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം, കുറെ കാര്യങ്ങൾ കമ്പനിയിൽ ചിലപ്പോൾ അടിയന്തരമായിട്ട് കുറെ വർക്കുകളൊക്കെ കൂടി വരും. ചില ഓർഡറൊക്കെ കൂടുതൽ ഓർഡർ കിട്ടുമ്പോൾ അതൊക്കെ അടിയന്തരമായിട്ട് ചെയ്ത് തീർക്കേണ്ട പണികളാണ്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഒരു സമയം ചിലപ്പോൾ കൂടുതലായിട്ട് പണിയെടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എങ്ങനെ കൂട്ടിയാലും ഒരു വർഷം 30 ദിവസം മാത്രമേ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പാടുള്ളൂ. 30 ദിവസത്തിൽ കൂടുതൽ വർക്ക്, ഒരു വർഷത്തിൽ 30 ദിവസം മാത്രമേ അങ്ങനെ കൂടുതൽ വർക്കുകൾ ഇതുപോലുള്ള ദിവസങ്ങളിലൊക്കെ, അടിയന്തര ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് അനുവദിക്കുന്നതാണ്. കാര്യം സ്വാഭാവികമായിട്ട് നമ്മൾ നിന്ന് ആ കമ്പനിയുടെ വർക്ക് തീർത്തു കൊടുക്കാൻ നമ്മൾ. അതുപോലെ തന്നെ എംപ്ലോയർക്ക് ചില ഡ്യൂട്ടി ഉണ്ട്. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 17 M46 റോയൽ ഡിഗ്രി M46 2011 വർക്ക് പ്ലേസിൽ ഒരു വർക്ക് തുടങ്ങുന്ന സമയം, ഷിഫ്റ്റ് തുടങ്ങുന്ന സമയം, അതുപോലെ തന്നെ എത്ര പേര് ആ ഷിഫ്റ്റിൽ ഉണ്ടായിരിക്കണം, വർക്കിംഗ് ഷെഡ്യൂള്, എത്ര മണി വരെ എത്ര മണി വരെ, എത്ര മണിക്ക് തുടങ്ങണം, എത്ര മണിക്ക് അവസാനം, ഈ കാര്യങ്ങളെല്ലാം ഒരു ബോർഡിൽ എഴുതി വർക്ക് പ്ലേസിൽ പ്രദർശിപ്പിക്കണം. ഇത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ ആർട്ടിക്കിൾ 17 പറയുന്നത്. 8 മണിക്കൂറാണ് ഒരു ദിവസത്തെ ഇത് പറയുന്നത്. അത് മാക്സിമം പോയാൽ 4 മണിക്കൂർ കൂടുതൽ ഓവർ ടൈം ചെയ്യിക്കാൻ പാടില്ല. ആ ഓവർ ടൈം
പണിയെടുക്കുന്നതിനുള്ള കാശ് കാൽക്കുലേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 8 മണിക്കൂർ എന്നുള്ളത് 4 മണിക്കൂർ കൂടി ഒരു ദിവസം പണിയെടുക്കാം. അപ്പൊ 12 മണിക്കൂർ. അതാണ് മാക്സിമം. ആ 4 മണിക്കൂറിനുള്ള അധിക വേതനം എംപ്ലോയർ തരാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഈ കാൽക്കുലേറ്റർ ആണ് ഇനി ഞാൻ പറയാൻ പറയുന്നത്. ഒന്നര വേജസ് ആണ് പറയുന്നത്. ഈ 1.5 വേജസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് കൂടുതലും നമ്മളുടെ സാധാരണ വേജസിൽ അത് 30 ഡിവൈഡ് ചെയ്യണം. 30 ദിവസം. സാധാരണ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. 4500 രൂപയാണ് നിങ്ങളുടെ സാലറി. അതിനെ 30 കൊണ്ട് ഹരിക്കണം. അതായത് ഒരു മാസം കൊണ്ട് ഹരിക്കണം. ആ മാസം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന തുക 8 മണിക്കൂറായിട്ട് 8 മണിക്കൂർ കൊണ്ട് ഹരിക്കണം. അപ്പൊ കിട്ടുന്നതിന് തുകയാണ് ഈ പറഞ്ഞ 18.75 പൈസയാണ്. ഇപ്പൊ 4500 രൂപ സാലറി ഉള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1 മണിക്കൂറത്തെ ശമ്പളം 18.75 പൈസയാണ്. അത് ബേസിക് സാലറി. അതിന്റെ കൂടെ ബേസിക് സാലറിയുടെ പകുതി, അതായത് ഒരാളുടെ ബേസിക് സാലറി വേജും സാധാരണ വേജും ബേസിക് സാലറിയും രണ്ടായിരിക്കും. ബേസിക് സാലറി വേറെ, മറ്റേ ഗ്രാറ്റുവിറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള മൊത്തത്തിലുള്ള സാലറി തുക. അതാണ് ഞാൻ നേരത്തെ 4500 പറഞ്ഞത്. ഈ ബേസിക് സാലറി ചിലപ്പോൾ 2250 ആയിരിക്കും, അതിന് കുറവായിരിക്കും, പകുതിയൊക്കെ ആയിരിക്കും. അത് ബേസിക് സാലറിയുടെ പകുതി. അതായത് ബേസിക് സാലറി 2250 ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ഹരിച്ചിട്ട് ആ കിട്ടുന്ന തുക 8 മണിക്കൂർ കൊണ്ട് ഹരിക്കണം. അങ്ങനെ കിട്ടുന്ന തുകയാണ് 4.68, 4.68. അപ്പൊ ഈ ഒറിജിനൽ വേജ് 18.75 4.68 മറ്റേ ബേസിക് സാലറി പകുതി വെച്ച് മണിക്കൂറിന് ഹരിച്ചു കിട്ടുന്ന തുക 4 റിയാൽ 68 പൈസ. അപ്പൊ ഈ തുക ശരിക്കും പറഞ്ഞാൽ മൊത്തം 23 രൂപ 43 റിയാലാണ്. ഹലാല 23 റിയാലും 43 ഹലാല്. അപ്പൊ ഇതാണ് ഒരു 4500 രൂപ സാലറി ഉള്ള ഒരാളുടെ ഓവർ ടൈം മണിക്കൂർ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന തുക 23.43. അപ്പൊ ഈ തുകയാണ് നിങ്ങളുടെ ഒരു മണിക്കൂറത്തെ ശമ്പളം, ഓവർ ടൈം ശമ്പളം. അപ്പൊ ഈ തുക കൂടി നിങ്ങൾക്ക് ഇപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ കൂട്ടി എത്ര 43 ഹലാല. ഈ 23.43 ഹലാലയാണ് 43 ഹലാലയാണ് നിങ്ങളുടെ 1 മണിക്കൂറത്തെ സാലറി എന്ന് പറഞ്ഞു. അങ്ങനെ അത് 1 മണിക്കൂറത്തെ, അങ്ങനെ 2 മണിക്കൂർ എടുത്തിട്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ വ്യക്തമാക്കി പറയാം. ഇപ്പൊ നിങ്ങളുടെ സാലറി, ഒറിജിനൽ സാലറി നിങ്ങൾക്ക് 4500 സാലറി എങ്കിൽ അതിന് ഒരു മാസം 30 ദിവസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയെ 8 മണിക്കൂർ കൊണ്ട് ഹരിക്കാം. 8 മണിക്കൂർ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് ഈ പറഞ്ഞ 4.68 അല്ല സോറി 18.75 ഹലാല. 4500 ഒരു മണിക്കൂറിന്റെ സാലറിയാണ് 18.75 ഹലാല. അതിന് ബേസിക് സാലറി അതിൽ കുറവായിരിക്കും. ബേസിക് സാലറിയുടെ പകുതി വെച്ചിട്ട് അത് 2 വെച്ച് ഹരിക്കണം. ആ തുകയുടെ പിന്നെ 8 മണിക്കൂർ കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ഈ പറഞ്ഞ 4.68 ഹലാൽ. അപ്പൊ ഇതിൽ ഈ 18.75 ഹലാല് 4.68 ഹലാലും കൂടി കൂട്ടുമ്പോൾ 23.43. വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഇനി എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ തൊണ്ട പോയിരിക്കണം, ഒന്നാമത് സുഖമില്ല, കിടപ്പുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഓഫീസിൽ വന്നതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞ കേസൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ട് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് പറയട്ടെ, അതിന്റെ കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് അവിടുത്തെ ഓവർ ടൈം നിയമം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ മണിക്കൂറിലും 30 മിനിറ്റ്. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് 8 മണിക്കൂർ വർക്കിംഗ് ഡേയ്സ് ആണെന്ന് പറഞ്ഞു. ഈ വർക്കിംഗ് ഡേയ്സിൽ 30 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. 5 മണിക്കൂർ കഴിയുമ്പോൾ ഈ 5 കണ്ടിന്യൂസ് 5 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്. അത് ഈ 8 മണിക്കൂർ കിട്ടൂല. അതുകൂടാതെ പ്രയർ ടൈം ഉണ്ട്. സൗദിയിലെ സംബന്ധിച്ച് പ്രയർ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുത്തവമാരി പ്രയർ ടൈം ആകുമ്പോൾ അസ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ വിളിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരല്ലാവുകയും എത്ര സമയമുണ്ടോ പ്രയർ ടൈം ആ സമയം വരെ നമുക്ക് വർക്ക് ചെയ്യാൻ ഈ ബാധ്യതയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ 30 മിനിറ്റ് റെസ്റ്റ്, ഭക്ഷണം കഴിക്കാനുള്ള സമയം, ഇതൊന്നും ഈ 8 മണിക്കൂറിൽ കൊള്ളൂല. 8 മണിക്കൂറിന് കഴിഞ്ഞുള്ള ഇതാണ് പറഞ്ഞത്. മനസ്സിലായ? അതൊക്കെ ഈ 8 മണിക്കൂറിൽ ഉൾക്കൊള്ളൂല എന്നാണ് പറയണത്. ഈ 8 മണിക്കൂറിന് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. പക്ഷെ കൺസിക്യൂട്ടീവ് ആയിട്ട് 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് റെസ്റ്റ് തരാൻ ബാധ്യത ഉണ്ടാവും. അത് സൗദി ലേബർ ലോയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഒഴിവ് ദിവസം
ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഈ നാഷണൽ ഡേ ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫുൾ സാലറി തന്നിരിക്കണേ. ഫുൾ സാലറി അല്ല, ഓവർ ടൈം സാലറി തന്നിരിക്കണം. ഒഴിവ് ദിവസം പണിയെടുക്കാൻ ഇപ്പൊ നിങ്ങൾ ഈ പെരുന്നാളിന്റെ അന്ന് നിങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ഡേയുടെ അന്ന് നിങ്ങളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന് മുൻകൂട്ടി നോട്ടീസ് തന്നിരിക്കണം. ഈ ഒഴിവ് ദിവസം പണിയുന്നതിന് മുൻകൂട്ടി നോട്ടീസ് തന്നിരിക്കണം. ഓവർ ടൈം ഉണ്ടെങ്കിൽ അതിനും മുൻകൂട്ടി പറഞ്ഞിരിക്കണം. ഇതൊക്കെ സൗദി നിയമത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഓവർ ടൈമിന്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിലാണ് ഓവർ ടൈം കാൽക്കുലേഷൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കമന്റിന് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മറുപടി തരും. കാരണം എല്ലാ കമന്റ്സിനും എനിക്ക് മറുപടി തരാൻ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. അതിനൊന്നും എനിക്ക് മറുപടി തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓവർ ടൈമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സൗദിയിലെ നിയമങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ഓരോ നിയമങ്ങളും പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. കാര്യം നിയമം ആയതുകൊണ്ട് പെട്ടെന്ന് തലയിലേക്ക് കയറില്ല. അതുകൊണ്ടാണ് പലരും എന്നോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ 10ഉം 12ഉം പ്രാവശ്യം പറഞ്ഞു തന്നെ പറഞ്ഞ് ഞാൻ ചില സമയത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലേ അവർക്ക് മനസ്സിലാവും. കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം സാധാരണക്കാരായിരിക്കും പലരും. അപ്പൊ അവരുടെ ആ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ഇതനുസരിച്ചാണ് അത് വീണ്ടും വീണ്ടും ചോദിക്കണം. മനസ്സിലാകാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. എനിക്കും കുറെ ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ.